ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടാണ്. ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് വിവിധ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ പല രീതിയിലാണ് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂസ് പറഞ്ഞിട്ടുള്ളത്. സോ വിവിധ മേഖലയിലുള്ള ആളുകൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ഏരിയനെയാണ് നമ്മൾ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്നത്. The various approaches to the study of management as put forward by specialists from disciplines have come to be called the school of management. അതായത് വിവിധ മേഖലയിലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പഠന മേഖലയെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്നത്. മേജർ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് are classified under the following heads. The first one, the management process school. Then second one, the empirical school. Then third one, human behavior school. Then fourth one, social system school. Then fifth one, the mathematical school. Seventh one, the system approach school. Then decision theory school. The last one, the contingency approach school. ടോട്ടൽ 8 സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് ആണ് നിങ്ങൾക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. സോ ഏതെല്ലാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ. അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ, മാനേജ്മെൻറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് ഇൻ ടേംസ് ഓഫ് ദ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ്. ദ മാനേജ്മെൻറ്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ദാറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, staffing, directing and controlling. This school has developed some universal principles. മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ എന്ന ഈ തോട്ടിൽ പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ് ദ പ്രോസസ്. ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത് എന്നാണ് ദ മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂളിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് പ്രോസസ്സ് അല്ലെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇത്തരം പ്രോസസ്സിലൂടെയാണ് ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് രൂപീകൃതമായിട്ടുള്ളത് എന്നാണ് ദ മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ പറയുന്നത്. ദിസ് സ്കൂൾ ഹാസ് ഡെവലപ്ഡ് സം യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ഹെൻറി ഫയോളിൻ്റെ ഒക്കെ പ്രിൻസിപ്പിൾസ് വന്നത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദ മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ. അണ്ടർ ദിസ് തോട്ട് ദ മാനേജ്മെൻറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് പ്രോസസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രോസസ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു മേഖലയാണ് മാനേജ്മെൻറ്റ് എന്നാണ് ദ മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂളിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ദ എംപിരിക്കൽ സ്കൂൾ. അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ, മാനേജ്മെൻറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ എക്സ്പീരിയൻസ് ഓഫ് മാനേജേഴ്സ് ഇൻ ദ പാസ്റ്റ്. ദ എംപിരിക്കൽ സ്കൂൾ പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിൻ്റെ പാസ്റ്റാണ്, അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്. ആ പാസ്റ്റ് എക്സ്പീരിയൻസിനെയാണ് അവരുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് എംപിരിക്കൽ സ്കൂളിൽ പറയുന്നത്. ഇറ്റ് ഈസ് എൻ എ വേ എ ലുക്ക് പാസ്റ്റ്, പിറകോട്ട് ചിന്തിക്കുക, അതാണ് എംപിരിക്കൽ സ്കൂൾ. പോളിസി ഫോർ സോൾവിങ് കറൻറ്റ് പ്രോബ്ലംസ്. അതായത് നിലവിൽ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ പ്രോബ്ലം ഉണ്ടായാൽ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ആ പ്രോബ്ലം വന്നപ്പോൾ ഒരു മാനേജർ സോൾവ് ചെയ്തത്. സോ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജർക്ക് കറണ്ടിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ താൻ എങ്ങനെയാണോ ആ പ്രോബ്ലം ഉണ്ടായപ്പോൾ സോൾവ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കറണ്ട് പ്രോബ്ലം അദ്ദേഹത്തിന് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ദ എംപിരിക്കൽ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ, ദ മാനേജ്മെൻറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ എക്സ്പീരിയൻസ് ഓഫ് മാനേജേഴ്സ് ഇൻ ദ പാസ്റ്റ്. മാനേജേഴ്സിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെൻറ്റിനെ ഇവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദ മെയിൻ ടെക്നിക് ഈസ് ദ കേസ് സ്റ്റഡി മെത്തേഡ്. എംപിരിക്കൽ സ്കൂളിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്നുള്ളത്. മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ആർ ഏണസ്റ്റ് ഡെയിൽ, ഹാർവേഡ് ബിസിനസ് സ്കൂൾ. ഇവരൊക്കെയാണ് ദ എംപിരിക്കൽ സ്കൂൾ ഓഫ് അപ്രോച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്കൂളിലെ ഒരു പ്രധാന ഡീമെറിറ്റ്സ് ആണ് ഏതെങ്കിലും ന്യൂ ഇഷ്യൂസ് വന്നാൽ, ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു ന്യൂ ഇഷ്യൂസ് വന്നാൽ അത് സോൾവ് ചെയ്യാൻ ഒരു മാനേജേഴ്സിന് സാധിക്കാതെ വരിക എന്നുള്ളത്. ബിക്കോസ് ഓൾ ഇഷ്യൂസ് ആർ സോൾവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ മാനേജേഴ്സ്.
ഇപ്പോൾ മാനേജർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പ്രോബ്ലം വന്നാൽ സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് എംപെരിക്കൽ സ്കൂളിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ന്യൂ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരു മാനേജർക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ഈ സ്കൂൾ പറയുന്നത് മാനേജേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ്. ദെൻ തേർഡ് വൺ, ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ. ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ആർ എൽട്ടൺ മായോ, അബ്രഹാം എച്ച് മാസ്ലോ ആൻഡ് മക്ഗ്രെഗർ. മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ് എൽട്ടൺ മായോയും അബ്രഹാം എച്ച് മാസ്ലോയും അതുപോലെ തന്നെ മക്ഗ്രെഗറും. അക്കോർഡിംഗ് ടു ദി സ്കൂൾ, മാനേജ്മെൻറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ അറ്റ് വർക്ക്. ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിൽ പറയുന്നത് നമ്മളൊരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന പീപ്പിളുടെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുക എന്നതാണ്. ദ മാനേജ്മെൻറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ അറ്റ് വർക്ക്. ദ മെയിൻ ഫോക്കസ് ഈസ് ഓൺ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ്. ഗുഡ് റിലേഷൻ ലീഡ് ടു ഗുഡ് റിസൾട്ട്. മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച്. ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകളാണ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഇതെല്ലാം സ്റ്റഡി ചെയ്യുക എന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്നാണ് ഹ്യൂമൻ ബിഹേവിയറൽ സ്കൂളിൽ പറയുന്നത്. പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സാണ് എൽട്ടൺ മായോ, അതുപോലെ തന്നെ അബ്രഹാം എച്ച് മാസ്ലോ ആൻഡ് മക്ഗ്രെഗർ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ. ദെൻ നെക്സ്റ്റ് വൺ, സോഷ്യൽ സിസ്റ്റം സ്കൂൾ. ചെസ്റ്റർ ബേണാർഡ് ഈസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ദ സോഷ്യൽ സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ട്. ചെസ്റ്റർ ബേണാർഡ് എന്ന് പറയുന്ന ബിസിനസ്മാൻ ആണ് ഇസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ദ സോഷ്യൽ സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ട്. അക്കോർഡിംഗ് ടു ദിസ് തോട്ട്, ആൻ ഓർഗനൈസേഷൻ ഈസ് എ സോഷ്യൽ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉൾക്കൊള്ളുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ് ഓർഗനൈസേഷൻ എന്നാണ് ഈ സ്കൂൾ ഓഫ് തോട്ടിലൂടെ പറയുന്നത്. This school of thought lays its focus on the cultural factors in the working of an organization. The main task of management lies in harmonizing and integrating the organizational goals and group goals. ഒരു മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ പല കൾച്ചേഴ്സിൽ നിന്നും അതുപോലെ തന്നെ പല ബിഹേവിയറുള്ള ആളുകൾ, അത്തരം ആളുകളൊക്കെയാണ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക. പല മേഖലയിൽ നിന്ന് വരുന്ന ആളുകൾ, അവരുടെ എല്ലാം ഗോൾസ്, അവർക്കൊക്കെ ഓരോ ലക്ഷ്യം ഉണ്ടാകും. അതെല്ലാം ഒരു ഓർഗനൈസേഷനിൻ്റെ ഒരു കോമൺ ഗോളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ടാസ്ക് എന്നാണ് സോഷ്യൽ സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ടിലൂടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഈ സിസ്റ്റത്തിൽ പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ സോഷ്യൽ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ഗോൾസിനെയെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് മാറ്റുക എന്നതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ എന്നാണ് സോഷ്യൽ സിസ്റ്റം സ്കൂളിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ദ മാത്തമാറ്റിക്കൽ സ്കൂൾ. ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദിസ് സ്കൂൾസ് ആർ ജോയൽ ഡെയിൻ, ന്യൂമാൻ ആൻഡ് ഇഖദേസ്. അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ, മാത്തമാറ്റിക്കൽ ടൂൾസ് ഓർ ടെക്നിക്സ് ഷുഡ് ബി യൂസ്ഡ് ഫോർ സോൾവിങ് ദ മാനേജറിയൽ പ്രോബ്ലം. അതായത് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാനേജറിയൽ പ്രോബ്ലംസ് മാത്തമാറ്റിക്കൽ ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. ദ ഡിക്റ്റം ദാറ്റ് വാട്ട് കനോട്ട് ബി മെഷേർഡ് കനോട്ട് ബി മാനേജ്മെൻറ്റ് ഈസ് റെലവൻറ്റ് ഹെയർ. ഒരു ചൊല്ലുണ്ട്, വാട്ട് കനോട്ട് ബി മെഷേർഡ് കനോട്ട് ബി മാനേജ്ഡ് ഈസ് റെലവൻറ്റ് ഹെയർ. നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്യാത്ത അല്ലെങ്കിൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാത്ത ഒരു കാര്യം നമുക്കൊരിക്കലും നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വിവിധ മാത്തമാറ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്ഥാപനത്തിലുള്ള ഒരു പ്രോബ്ലം മെഷർ ചെയ്യുകയും ദെൻ അത് സോൾവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് മാനേജ്മെൻറ്റ് എന്നാണ് ദ മാത്തമാറ്റിക്കൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലൂടെ വിവിധ കോൺട്രിബ്യൂട്ടേഴ്സ് പറയുന്നുള്ളത്. ലിനിയർ പ്രോഗ്രാമിംഗ്, ഗെയിം തിയറി, സിമുലേഷൻ ആൻഡ് മോഡൽ ബിൽഡിംഗ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് suggested by the mathematical schools for solving managerial problems. സോ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാനേജ്മെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഈ മാത്തമാറ്റിക്കൽ സ്കൂൾ സജസ്റ്റ് ചെയ്ത കുറച്ച് ടെക്നിക്സ് ആണ്, മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ് ഗെയിം തിയറി, സിമുലേഷൻ. ദെൻ നെക്സ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ആണ് ദ സിസ്റ്റം അപ്രോച്ച് സ്കൂൾ. അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ, മാനേജ്മെൻറ്റ് ഈസ് എ സിസ്റ്റം മെയ്ഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് സബ് സിസ്റ്റം.
അണ്ടർ ദി സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ്, മെയ്ഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് സബ് സിസ്റ്റം, ഒരുപാട് സബ് സിസ്റ്റങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് മാനേജ്മെൻറ്റ് എന്നാണ് ഈ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. ദിസ് സിസ്റ്റം സജസ്റ്റ് ആൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഫോർ സോൾവിങ് മാനേജറിയൽ പ്രോബ്ലം. മാനേജറിയൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ്, ഡിസിഷൻ തിയറി സ്കൂൾ. ദി സ്കൂൾ ഓഫ് തോട്ട് എംഫസൈസസ് ദ ഡിസിഷൻ മേക്കിംഗ് റോൾ ഓഫ് ദ മാനേജർ. എ മാനേജർ ഈസ് എസെൻഷ്യലി എ ഡിസിഷൻ മേക്കർ. ഈ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കർ എന്നാണ് പറയുന്നത്. ദ സക്സസ് ഓഫ് എ മാനേജർ ഈസ് ജഡ്ജ്ഡ് ബൈ ഹിസ് എബിലിറ്റി ടു ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ഒരു മാനേജറുടെ വിജയം എന്ന് പറഞ്ഞാൽ ശരിയായ സമയത്ത് ശരിയായ ഡിസിഷൻ എടുക്കുവാനുള്ള എബിലിറ്റി എന്നാണ് ദ ഡിസിഷൻ തിയറി ഓഫ് സ്കൂളിൽ പറയുന്നത്. ദെൻ ദ കണ്ടിജൻസി അപ്രോച്ച് സ്കൂൾ. അക്കോർഡിംഗ് ടു ദി സ്കൂൾ ഓഫ് തോട്ട്, മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ആർ ഡിഫറെൻറ്റ് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. The situation decides the pattern of management. The pattern of management is dependent on the situation. The contingency approach school പറയുന്നത് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ദ പാറ്റേൺ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ സിറ്റുവേഷൻ. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ മാനേജ്മെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് മാറിക്കൊണ്ടിരിക്കും എന്നാണ് ദ കണ്ടിജൻസി അപ്രോച്ച് സ്കൂൾ പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ആർ ദ മേജർ school of management thoughts. Okay, thank you.